welcome to Plant Sapiens. So, ഇന്നത്തെ ക്ലാസ്സിൽ HSST ബോട്ടണിയുടെ PYQ ഡിസ്കഷൻ സീരീസ് ആണ്. മൊഡ്യൂൾ വൈസ് അല്ല, കോമൺ ആയിട്ട് വരുന്ന കുറച്ച് PYQs ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് ജനറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യനിലോട്ട് പോകാം. DNA സെൻസ് അല്ലെങ്കിൽ കോഡിംഗ് സ്ട്രാൻഡ് ഹാസ് ദ സീക്വൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സീക്വൻസ്. A transition mutation occurs at the fifth nucleotide from the 5' end of the strand. The mutated DNA is transcribed and translated. How many amino acid will be present in the translated polypeptide and how many of them will be recurrent അല്ലെങ്കിൽ repeated? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അറിയാവുന്നവർ ജസ്റ്റ് നോക്കുക. ഓപ്ഷൻസിൽ ആൻസർ വരുന്നത് 4 amino acids with 2 recurrent amino acid ആണ്. ഈ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആൻസറിലോട്ട് എത്തേണ്ടത് നോക്കാം. ഈ ഒരു ആൻസറിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. എന്താണ് സെൻസ് കോഡിംഗ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്താണ്? ആ രണ്ട് കാര്യം അറിയണം. സെൻസ് ആൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അറിയണം. ട്രാൻസിഷൻ എന്താണെന്ന് അറിയണം. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ അറിയണം. then ഈ ഒരു ATG ആ ഒരു കോഡോൺ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് അമിനോ ആസിഡ്സിന്റെ നെയിം പറയുന്നത് എന്നും കൂടി അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് സപ്പോസ് ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മൾ എന്ത് ചെയ്യുന്നു? DNA-യുടെ 2 ഡബിൾ സ്റ്റാൻഡ് ഉണ്ടല്ലേ, ആ ഒരു ഡബിൾ സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത്? mRNA ഉണ്ടാക്കുന്നത്. അപ്പൊ 5' 3' to 5', 5' to 3' ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 5' to 3'. ഓക്കെ, ഈ ഒരു 3' to 5'ൽ നിന്നാണ് ഈ ഒരു 3' to 5' ആണ് എപ്പോഴും ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. then 5' to 3' ആണ് സെൻസ് സ്ട്രാൻഡ്. ഓക്കെ, 3' ഇതിന് കോംപ്ലിമെന്ററി ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു mRNA ട്രാൻസ്ക്രിപ്ഷന്റെ സമയത്ത് mRNA ഉണ്ടാകുന്നത് ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നാണ്. സോ ഉണ്ടാകുന്ന mRNA എന്ന് പറയുന്നത് എപ്പോഴും 5' to 3' ആയിരിക്കുമല്ലോ. ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ഈ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടാണ് നമ്മുടെ mRNA ഉണ്ടാകുന്നത്. ആ mRNAയുടെ സീക്വൻസ് എന്ന് പറയുന്നത് സെൻസ് സ്ട്രാൻഡിന്റെ സെയിം സീക്വൻസ് ആയിരിക്കുമല്ലോ. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ടിക്ക് പകരം അവിടെ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? യു ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ആ ഒരു കാര്യം ആദ്യം ഓർത്തു വെക്കുക. സെൻസ് സ്ട്രാൻഡിന്റെ സെയിം സീക്വൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്ന mRNA സ്ട്രാൻഡിനും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ആ ഒരു എന്താ പ്രോസസ്സ് മൈൻഡിൽ വെച്ചിട്ട് ഇവിടെ തന്നേക്കുന്ന സീക്വൻസ് നിങ്ങൾ നോക്കിയേ. ആ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് 5' to 3' ആണല്ലോ. അത് സെൻസ് സ്ട്രാൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സ്ട്രാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സെൻസ് സ്ട്രാൻഡിന്റെ അതേ സീക്വൻസ് തന്നെ ആയിരിക്കുമല്ലോ നമ്മളുടെ mRNA-യിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അവിടെ അതിനു മുന്നേ ഇവിടെ പറയുന്നുണ്ട് 5th ന്യൂക്ലിയോടൈഡിൽ എന്ത് നടക്കുന്നുണ്ട്? ട്രാൻസിഷൻ മ്യൂട്ടേഷൻ നടക്കുന്നുണ്ട്. ട്രാൻസിഷൻ മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ അവിടെ മ്യൂട്ടേഷൻ നടക്കുന്നത് ഒരു പ്യൂരിൻ എന്ന് പറയുന്നത് റീപ്ലേസ്ഡ് ബൈ another പ്യൂരിൻ അല്ലെങ്കിൽ ഒരു പിരമിഡിൻ റീപ്ലേസ്ഡ് ബൈ another പിരമിഡിൻ. അപ്പം ATGC ഉണ്ട് അല്ലെ, ATGC ഉണ്ട്. GC ഉണ്ട്. അതിൽ എയും ജിയും ആണ് പ്യൂരിൻസ് എന്ന് പറയുന്നത്. ടിയും സിയും ആണ് പിരമിഡിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. എയും ജി ഇവിടെ ഏതാ ഇപ്പോൾ ഉള്ളത്? നമുക്ക് 5th പൊസിഷനിലോട്ട് നോക്കാം. 1 2 ഇവിടെ എണ്ണ നോക്കിയേ. 1 2 3 4 5 5th പൊസിഷനിൽ ടി ആണുള്ളത് അല്ലെ. ടി എന്ന് പറയുന്നത് ഒരു പിരമിഡിൻ ആണ്. അപ്പൊ ഈ ഒരു ടീനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഏത് വെച്ചിട്ടായിരിക്കും? സി വെച്ചിട്ടായിരിക്കും. അങ്ങനെ സി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നതാണ്. ഇവിടെ നോക്കിയേ, ടിക്ക് പകരം ഇവിടെ സി ആണുള്ളത്. ഇവിടെ പിരമിഡിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അവിടെ അങ്ങനെയാണ് ട്രാൻസിഷൻ നടക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഒരു മ്യൂട്ടേഷൻ സ്ട്രാൻഡ് ഉണ്ടായി. ഈ ഒരു മ്യൂട്ടേറ്റഡ് സ്ട്രാൻഡിലാണ് നമ്മൾ എന്ത് നടക്കുന്നത്? ആ ഒരു RNA-യുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ ഒരു മ്യൂട്ടേറ്റഡ് സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി സെയിം സീക്വൻസ് ആയിട്ടായിരിക്കുമല്ലോ നമ്മളുടെ mRNA സിന്തസൈസ് ചെയ്യുന്നത്. അവിടെ വ്യത്യാസം എന്ന് പറയുന്നത് എവിടെയൊക്കെ ടി ഉണ്ടോ അവിടെയൊക്കെ എന്തായിരിക്കും? യു ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, യു ആയിരിക്കും ഉണ്ടായിരിക്കുക. ബാക്കിയൊക്കെ സെയിം ആയിരിക്കും 5' to 3'. അപ്പൊ നമുക്ക് mRNA കിട്ടി. ആ ഒരു mRNA-യിലുള്ള ഈ ഒരു അമിനോ ആസിഡിന്റെ സീക്വൻസ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ഇപ്പൊ ട്രാൻസ്ലേഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോട്ടീൻ, ഒന്നാമത്തത് നമ്മൾ എപ്പോഴും പ്രോട്ടീൻ അല്ലെങ്കിൽ എണ്ണുന്നത് സ്റ്റാർട്ട് കോഡോൺ എവിടെയാണോ ഉള്ളത് അവിടെ ബേസ് ചെയ്തിട്ടായിരിക്കും എണ്ണേണ്ടത്. ഇപ്പൊ ഇവിടെ ഇപ്പം സ്റ്റാർട്ട് കോഡൺ ആദ്യം തന്നെ ഉണ്ട്. AUG എന്ന് പറയുന്നത് മെഥിയോണൈൻ ഉണ്ട്. GCG എന്ന് പറയുന്നത് അലനിൻ ആണ്. GUG വാലിൻ ആണ്. GUG വാലിൻ ആണ്. UAA സ്റ്റോപ്പ് കോഡോൺ ആണ്. അപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്തു അല്ലെ, ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് എന്താ? 1 2 3 4 അമിനോ ആസിഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 4 അമിനോ ആസിഡ്സ്. അതിൽ വാലിൻ 2 തവണ റിക്കറന്റ് ആയിട്ടുണ്ട്. അപ്പൊ 2 റിക്കറന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് ആണുള്ളത്. 4 അമിനോ ആസിഡ് ടോട്ടൽ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ആൻസർ വരിക. ഇൻ കേസ് ഈ ഒരു സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയുന്നത് ഇവിടെയല്ല, വേറെ നമുക്ക് കിട്ടിയത് ഇവിടെയാണ് സ്റ്റാർട്ട് കോഡോൺ ഉള്ളത് എങ്കിൽ നമുക്ക് എന്താ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്പർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ മെഥിയോണൈൻ, ഇവിടെ വാലിൻ വരും, ഇവിടെ സ്റ്റോപ്പ് കോഡോൺ വരും. അപ്പൊ ഇവിടെ
ടോട്ടലി 2 അമിനോ ആസിഡേ ഉള്ളൂ, അതിൽ 0 റിക്കറന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് ആണ്. അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരിക കേട്ടോ. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. So next question, which of these codon codes for the amino acid proline? Proline കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ഏതാണെന്നാണ് ആൻസർ. സി ആണ്, CCG ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാൻ നിങ്ങൾ ഫുൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുമല്ലോ. ഈ ഒരു 4 കള്ളി വരച്ചിട്ട് UCAG UCAG ആ ഒരു ഓർഡറിൽ എഴുതുക. പക്ഷെ നിങ്ങൾ ഈ ഒരു പേര് പഠിക്കണം കേട്ടോ. ഈ ഒരു പേരിന് എന്തെങ്കിലും ഒരു കോഡ് ആക്കിയിട്ട് നിങ്ങൾ ഈ ഒരു പേര് മാത്രം ജസ്റ്റ് ഈ ഒരു ഓർഡറിൽ പഠിച്ചു പോവാം. എന്നിട്ട് നമുക്ക് ഈ ഓരോ കള്ളിയിലും നമുക്ക് എഴുതാൻ പറ്റില്ലേ? യു എങ്ങനെ എഴുതേണ്ടത്? ഇവിടുത്തെ യു then യു, then ഇവിടുത്തെ യു then സി, UUA UUG ആ ഒരു ഓർഡറിൽ എഴുതി പോകുക എല്ലാ കള്ളിയിലും. ഈ ഒരു കള്ളിയിലാണെങ്കിൽ സി സ്റ്റാർട്ട് ചെയ്യുന്നു, യു രണ്ടാമത്തത്, പിന്നെ ബാക്കിയുള്ളതൊക്കെ CUU CUC CUA CUG ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആ ഒരു എക്സാമിന്റെ ടൈം എഴുതിയാൽ മതി. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ എന്താ ഒരു കോഡ് വെച്ചിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്കാകും. അല്ലാതെ എല്ലാം ഒരുമിച്ച് പഠിക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ്, which statement is true for SNO-RNA? SNO-RNA എന്ന് പറയുമ്പോൾ സ്മോൾ ന്യൂക്ലിയോലാർ RNA ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കാം. ആൻസർ എ ആണ് വരിക. കാരണം ഇതൊരു സ്മോൾ RNA ആണ്. ഗേറ്റ് കെമിക്കൽ മോഡിഫിക്കേഷൻ ഓഫ് അതർ RNA, എസ്പെഷ്യലി റൈബോസോമൽ RNAയുടെ കെമിക്കൽ മോഡിഫിക്കേഷൻ ആണ് ഈ ഒരു സ്മോൾ ന്യൂക്ലിയോലാർ RNA ഹെൽപ്പ് ചെയ്യുന്നത്. പ്രൈമറി ജോബ് എന്ന് പറയുന്നത് ഗൈഡ് ചെയ്യലാണ്. RNA സീക്വൻസിനെ എന്താ അവരുമായിട്ട് പെയർ ചെയ്തിട്ട് ചില എൻസൈംസിനെ എൻഹാൻസ് ചെയ്യിക്കും. എന്നിട്ട് ഈ ഒരു 2' മീഥൈലേഷൻ, സ്യൂഡോ യൂറിഡൈലേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ്സിനെ ഒക്കെ എന്താ എൻഹാൻസ് ചെയ്യിക്കുന്നതാണ് സ്മോൾ ന്യൂക്ലിയോലാർ RNA എന്ന് പറയുന്നത്. ഇതൊരു സ്മോൾ നോൺ കോഡിംഗ് RNA എക്സ്പ്രസ്ഡ് ഇൻ ആനിമൽ സെൽസിൽ മാത്രമല്ല പ്ലാന്റ് സെൽസിലും ഒക്കെ ഇത് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമുക്ക് തടയാം. രണ്ടാമത്തെ നോക്കിയേ, എൻഹാൻസർ റീജിയൻ ഓഫ് DNA, ലോങ് നോൺ കോഡിംഗ് എന്നാണ് പറയുന്നത്. ലോങ് അല്ല, ഇവ സ്മോൾ RNA എന്ന് ഓൾറെഡി പറഞ്ഞു. നോൺ കോഡിംഗ് RNA ഇൻവോൾവ് ഇൻ RNA ഇന്റർഫെറൻസ്, RNA ഇന്റർഫെറൻസ് ഇൻവോൾവ് ചെയ്യുന്നത് miRNA യും siRNA ആണ്, സ്മോൾ ന്യൂക്ലിയോലാർ RNA അല്ല. ഓക്കെ, so next question, what is the probability of getting ഈ ഒരു AABBCC genotype from a cross between AABBCC AABBCC? ഇവിടെ നോക്കേണ്ടത് ഇവിടെയും ഹെറ്ററോസൈഗസ് ആണ്, ഇവിടെ രണ്ടും റെസസീവ് ആണെന്നുള്ള ക്യാരക്ടർ നിങ്ങൾ മാറിപ്പോകരുത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ ഇത് ഇവിടെ ട്രൈ ഹൈബ്രിഡ് ആയിട്ടുള്ള ക്രോസ് ആണ്, അല്ലെങ്കിൽ ട്രൈ ഹൈബ്രിഡ് ആയിട്ടുള്ള ക്രോസ് ആണ്. അപ്പൊ ഇത്തരം കേസിൽ നമ്മൾ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ജീനിന്റെയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മോണോ ഹൈബ്രിഡ് ക്രോസ് നമ്മൾ നോക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. സപ്പോസ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എ ജീനെ നമ്മൾ എടുക്കുന്നു. എ ജീനെ നമ്മൾ എടുക്കുമ്പോഴോ ആ എ ജീനിൽ കിട്ടാനുള്ള പോസിബിൾ ആയിട്ടുള്ള ജീനോടൈപ്സ് ഏതൊക്കെയാണ് നോക്കുക. അപ്പൊ നമുക്ക് എ വരാം അല്ലെ, സോറി അതിന് മുന്നേ ആദ്യം നമുക്ക് ക്യാപിറ്റൽ എഴുതാം. ക്യാപിറ്റൽ എ വരാം, ക്യാപിറ്റൽ എ സ്മോൾ എ വരാം, സ്മോൾ എ ക്യാപിറ്റൽ എ വരാം, സ്മോൾ എ വരാം. അപ്പൊ 4 ജീനോടൈപ്സ് കിട്ടാം. ആ ഒരു 4 ജീനോടൈപ്സിൽ നമ്മളോട് ചോദിക്കുന്നത് എ എന്ന് പറയുന്ന ജീനോടൈപ്പ് അല്ലേ. ആ ഒരു എ എന്ന് പറയുന്നത് രണ്ടും എ ആണല്ലോ. അപ്പൊ ഇവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ, 4/2, അതായത് 1/2 അല്ലേ അവിടെ പ്രോബബിലിറ്റി വരുന്നത്. നമുക്ക് രണ്ടാമത്തത് ഏതാ എടുക്കേണ്ടത്? ബി ജീൻ എടുക്കാം. ഓക്കെ, ബി ജീൻ ഇവിടെ ക്രോസ് ചെയ്യുന്നത് ഏതാണ് ക്രോസ് ചെയ്യുന്നതെന്ന് കൂടി നോക്കണേ. എയും എയും ആണ് ക്രോസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇവിടെ ഇവിടെ എ. അതേപോലെ തന്നെ ബി ആണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ബി എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ ജസ്റ്റ് എഴുതി നോക്കുക, ക്യാപിറ്റൽ ബി സ്മോൾ ബി ക്രോസ് ക്യാപിറ്റൽ ബി സ്മോൾ ബി. അപ്പൊ ഇവിടെ കിട്ടാനുള്ള റേഷ്യോ സെയിം തന്നെയാണ് അല്ലെ. ക്യാപിറ്റൽ ബി കിട്ടാം, ക്യാപിറ്റൽ ബി സ്മോൾ ബി കിട്ടും, സ്മോൾ ബി ക്യാപിറ്റൽ ബി കിട്ടും, സ്മോൾ ബി കിട്ടും. ഇവിടെയും സെയിം റേഷ്യോ തന്നെയാണ്, 1/2 ആണ് വരിക അല്ലെ, 1/2 ആണ് വരിക. നമുക്ക് മൂന്നാമത്തേത് നോക്കാം. അപ്പൊ ഈ ഒരു മൂന്നാമത്തേത് എന്ന് പറയുമ്പോൾ നമുക്ക് സ്മോൾ സി ആണ് കിട്ടേണ്ടത്. ഓക്കെ, സ്മോൾ സി ആണ് കിട്ടേണ്ടത്. അപ്പൊ അവിടെ മൂന്നാമത്തെ സി ജീനാണ് നമ്മൾ ക്യാപിറ്റൽ സി സ്മോൾ സി ക്രോസ് ക്യാപിറ്റൽ സി സ്മോൾ സി ആണ്. അപ്പൊ ഇതേപോലെ തന്നെ ആ ഒരു ജീനോടൈപ്പ് സെയിം തരും. ക്യാപിറ്റൽ സി വരാം, ക്യാപിറ്റൽ സി സ്മോൾ സി വരാം, സ്മോൾ സി ക്യാപിറ്റൽ സി വരാം, സ്മോൾ സി വരാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കേണ്ട പ്രോബബിലിറ്റി സ്മോൾ സി ആണ്. അത് എന്ന് പറയുന്നത് 1/4 അല്ലേ, 1/4 അല്ലേ. ഇനി നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും, ഇതെല്ലാം കൂടി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യത്തെ പ്രോബബിലിറ്റി 1/2 ഇൻറ്റു 1/4. അപ്പൊ എത്രയാണ് വരിക? 1/16 ആണ് ആൻസർ വരിക. മനസ്സിലായില്ലേ? അപ്പൊ ആൻസർ ഏതാണ് വരിക? 1/16 ആണ്. മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
Next question. Consider a population of rat is in Hardy-Weinberg equilibrium. The allele for black color has an allele frequency of 0.81, while the allele for white color has an allele frequency of 0.19. Then the percentage of heterozygous individual in the population is. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് Hardy-Weinberg equilibrium അറിയണം. P square plus 2pq plus q square is equal to 1. ഇതാണ് Hardy-Weinberg equilibrium എന്ന് പറയുന്നത്. അതിൽ p square എന്ന് പറയുന്നത് എന്താ? Genotypic frequency of dominant allele ആണ്. Dominant allele ന്റെ genotypic frequency ആണ്. Then q square എന്ന് പറയുന്നത് recessive allele ന്റെ genotypic frequency ആണ്. Recessive allele ന്റെ genotypic frequency ആണ്. 2pq ആണ് നമ്മുടെ heterozygous individual ന്റെ genotypic frequency. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് percentage. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2pq ആണ്. അപ്പോൾ 2pq കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് p എത്രയാണെന്ന് അറിയണം, q എത്രയാണെന്ന് അറിയണം. അപ്പോൾ ഈ ഒരു p എന്ന് പറയുന്നത് phenotypic frequency ആണല്ലേ, സോറി allelic frequency ആണല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു p square എന്ന് പറയുന്നത് genotypic frequency ആണ്, just p എന്ന് പറയുന്നത് allelic frequency ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നത് ഏത് തന്നെയാണ്? allelic frequency തന്നെയാണ്. അപ്പോൾ നമുക്ക് 2pq വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാലോ. 2pq is equal to 2 into 0.81 into 0.19 അല്ലേ, 0.19. അപ്പോൾ ആൻസർ നമുക്ക് ഏകദേശം കിട്ടുന്നത് 30 പോയിന്റ് സംതിങ് ആണ് കിട്ടുന്നത്. ഓക്കെ, 0.3078 ആണ്, 30 പോയിന്റ് അല്ല 0.3078 ആണ് കിട്ടുന്നത്. അപ്പോൾ അത് ആ പെർസെൻറ്റേജിലോട്ട് മാറ്റുമ്പോൾ, പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് 30.78 ആണ് കിട്ടുക. ആ ഒരു 30.78 റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 31% ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. The next question, which statement is not true for GCMS? Which statement is not true for GCMS? ഇവിടെ ആൻസർ നോക്കി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് വായിച്ചിട്ട് ആൻസർ ഏതാണ് കിട്ടുക? ഡി ആണ്. ഡെറിവേറ്റൈസേഷൻ ഈസ് മാൻഡേറ്ററി. ഈ ഒരു GCMS ൽ ഡെറിവേറ്റൈസേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബയോസ്റ്റാറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. നോക്കി, സ്റ്റാൻഡേർഡ് എറർ ഇൻക്രീസസ് വെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻക്രീസസ്, സ്റ്റാൻഡേർഡ് എറർ ഡിക്രീസസ് വെൻ സാമ്പിൾ സൈസ് ഇൻക്രീസസ്, നെയ്തർ അല്ലെങ്കിൽ ബോത്ത്. അപ്പോൾ ഈ ഒരു ആൻസർ അറിയണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഡെഫിനിഷൻ അറിയണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ അറിയണം. അതായത് സ്റ്റാൻഡേർഡ് എറർ ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സാമ്പിൾ സൈസ്. അപ്പോൾ ഇതാണ്, ഇത് സ്റ്റാൻഡേർഡ് എറർ, സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, n എന്ന് പറയുന്നത് സാമ്പിൾ സൈസ്. അപ്പോൾ ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, സ്റ്റാൻഡേർഡ് എറർ ഇൻക്രീസസ് വെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻക്രീസസ്. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് മുകളിലല്ലേ, അപ്പോൾ സിഗ്മ കൂടുമ്പോൾ എന്തായാലും സ്റ്റാൻഡേർഡ് എററും കൂടുവാണല്ലോ ചെയ്യുക, ന്യൂമറേറ്റർ ആണല്ലോ ഈ ഒരു സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. രണ്ടാമത്തത് ഡിനോമിനേറ്റർ ആയിട്ടാണ് സാമ്പിൾ സൈസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സാമ്പിൾ സൈസിന്റെ വാല്യൂ കൂടുമ്പോൾ ഈ ഒരു ഓവറോൾ വാല്യൂ എന്ന് പറയുന്നത് കുറയാണ് ചെയ്യുക. അപ്പൊ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് കുറയാണ് ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ ഏതാണ് വരിക? ബോത്ത് 1 and 2 ആർ കറക്റ്റ്. നെക്സ്റ്റ്, resistance to the diffusion of carbon dioxide from outside the leaf to the chloroplast occurs at a different location. Which among is the major point of resistance? അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻസിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നോക്കി, ഇതൊക്കെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും അല്ലാത്തതും ഉണ്ട്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സ്റ്റൊമാറ്റൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്റ്റൊമാറ്റൽ പോർ വഴി ഉള്ളതാണ്. ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത് ആ ഒരു വിൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ ഈ ഒരു സ്റ്റൊമാറ്റൽ പോർ അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് പോകണോ വേണ്ടിയോ എന്ന് ആ ഒരു സ്റ്റൊമാറ്റൽ പോറിൽ ഗാർഡ് സെല്ലിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ബേസ് ചെയ്തിട്ടാണല്ലോ, അവിടെയാണ് റെസിസ്റ്റൻസ് വരുന്നത്. മീസോഫിൽ എന്ന് പറയുമ്പോൾ ലീഫിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ്. ഇന്റർസെല്ലുലാർ സ്പേസും അങ്ങനെയാണ് വരിക. അപ്പൊ ആൻസർ വരുന്നത് സ്റ്റൊമാറ്റൽ പോർ ആണ്. നെക്സ്റ്റ്, പോയിന്റ് ഔട്ട് ദ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് സ്നോബോൾ സാമ്പിളിംഗ്. സാമ്പിളിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും അല്ലെങ്കിൽ ആ ഒരു 12 സാമ്പിളിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് എൻ്റെ സ്ക്രീൻ ആയിട്ട് കൊടുത്തേക്കാം. അപ്പൊ ഇതിൽ നോക്കി, സ്നോബോളിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ഇതിൽ ഏതാണ്? ആൻസേഴ്സ് ഓപ്ഷൻസ് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ആൻസർ വരുന്നത് എ ആണ്. ഇത് സാമ്പിൾ എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്നോബോൾ സാമ്പിളിംഗിൽ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആണ് കണ്ടുപിടിക്കാൻ കഴിയില്ല. നെക്സ്റ്റ്
ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. DNA ട്രാൻസ്ഫർ ബേസ് ചെയ്തിട്ടാണ്. DNA ട്രാൻസ്ഫർ ബിറ്റ്വീൻ മൈറ്റോകോൺട്രിയ ആൻഡ് ന്യൂക്ലിയസ്. ആ ഒരു ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണല്ലേ? മൈറ്റോകോൺട്രിയയും ന്യൂക്ലിയസും തമ്മിൽ DNA ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ദെൻ ക്ലോറോപ്ലാസ്റ്റും ന്യൂക്ലിയസും തമ്മിലും DNA ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും തമ്മിലും നടക്കുന്നുണ്ട്. അപ്പൊ ആൻസർ ഇതാണ്. All the above answers are correct. Next, the substrate concentration at which reaction attain half of its maximum velocity. അതായത് half Vmax എത്തുമ്പോഴുള്ള സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്താണ് പറയാ? half Vmax എത്തുമ്പോഴുള്ള സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് Km എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, Km. Last question, tetrasporic embryo sac development is seen in നമ്മൾ ഒരു എല്ലാ ടൈപ്പ് എംബ്രിയോ സാക്കും പഠിക്കണം. അതിലെ പോളിഗോണം എന്ന് പറയുന്നത് ഏതാണ്? മോണോസ്പോറിക് ആണ്. ടെട്രാസ്പോറിക് എന്ന് പറയുന്നത് എഡോക്സ ആൻഡ് പ്ലംബാഗോ ആണ്. അതായത് അവിടെ സെൽ ഡിവിഷൻ നടക്കുന്നില്ല. എല്ലാ നാല് സെൽസും എന്താ ഫങ്ഷണൽ ആണ്. ആ ഒരു 4 സെല്ലിന്റെ ഡിവിഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സെൽ സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ അവിടെ നടക്കുന്നില്ല. ആ ഒരു കേസിനെയാണ് നമ്മൾ ടെട്രാസ്പോറിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലാസ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ആ ഒരു ഹൈ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് കുറച്ച് കൂടുതൽ ആൾക്കാരിലും കൂടി ഒന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.